കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നീതുവിനെയും കൂട്ടിയിട്ട് അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിലോട്ട് പോകുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ അഖിലുണ്ടാകും. അപ്പോൾ നീതു ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ തിരക്കി പിടിച്ച് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിക്കുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, നമ്മൾ അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറയും. അപ്പോൾ നീതു പറയും, എന്നില്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുകയാണ് പറയുന്ന സമയത്ത് അമ്മ എൻ്റെ കൂടെ പോകാറുമില്ല, അമ്മ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാറുമില്ലല്ലോ എന്ന് പറയാണ്. എന്തോ ഒരു കള്ളത്തരമുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി ഇവിടെ വെച്ച് എൻ്റെ കല്യാണം നടത്താനായിട്ട് നിങ്ങൾക്ക് വല്ല പ്ലാനിങ്ങും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിങ്ങൾ മാറ്റി വെച്ചേക്ക്, ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയാണ്. അത് കേട്ട അഖിൽ നീതുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പിടിച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നുണ്ട് ഫോണിന് വേണ്ടിയിട്ട്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, നീതു നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക് എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം, എനിക്ക് ഹരീഷിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് നീതു. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ പറയും, മോള് ഇന്ന് ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ ആത്മഹത്യ ചെയ്യും എന്ന് പറയാണ്. ആ സമയത്ത് നീതു പറയും, നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യുക, അതിന് എനിക്കെന്താന്ന് പറയാണ്. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറയും, ഒന്നുമില്ലെങ്കിൽ അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും ഇഷ്ടമല്ല, എന്നിട്ടും ആ നശിച്ചവനെയാണ് അവൾക്ക് ഇഷ്ടം എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ അമ്പലത്തിൽ വെച്ച് പറയാവോ എന്ന് പറയുകയാണ് നീതുവിൻ്റെ അമ്മ. ആ സമയത്ത് നീതു പറയും, നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിക്കാനല്ലേ, അത് നടക്കില്ല, അതെന്താ കള്ളമല്ലേ ചോദിക്കുകയാണ്. ഇതിൽ പറയും, അവനെ കല്യാണം കഴിക്കാൻ നീ ഒരിക്കലും മനസ്സിൽ കരുതണ്ട, ഇന്ന് ഇവിടെ നിൻ്റെ കല്യാണം നടക്കും എന്ന് പറയുകയാണ്. അപ്പം നീതു പറയും, ഞാൻ ആരെയും കെട്ടാൻ പോകുന്നില്ല, നീ പോയി അവനെ കെട്ടിക്കോ എന്ന് പറയാണ് ദേഷ്യത്തോടു കൂടി നീതു. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, നീ ഇപ്പോൾ ഇതിന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി ആത്മഹത്യ ചെയ്യും എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹരീഷിനെ മാത്രമായിരിക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്നെ പെറ്റ തള്ളയല്ലേടി, എന്നിട്ട് പോലും നീ എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാതെ, എൻ്റെ മുന്നിൽ നിന്നും പൊയ്ക്കോ എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, നിങ്ങളുടെ ഒരു അഭിനയം എൻ്റെ അടുത്ത് നടക്കില്ല. നീതുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് അഖിൽ കല്യാണം കഴിക്കാൻ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്ന ശേഷം കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനോട് നീതു ചോദിക്കുകയാണ്, നിനക്കറിയില്ലടാ ഞാൻ ഹരീഷുമായി പ്രണയത്തിലാണെന്ന്. അപ്പോൾ അഖിൽ പറയും, നീ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്ക്, അതെല്ലാം എന്നോട് അഖിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ നീതു പറയും, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണോടാ നീ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്, നീ എന്തൊരു മനുഷ്യൻ. അഖിൽ പറയും, നീതു നീ ഒന്ന് മിണ്ടാതെ നിൽക്കുക എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതുവിനെ കെട്ടാൻ വന്ന ചെറുക്കനോട് അഖിൽ പറയും, ഇതെല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷം ശരിയാകും എന്ന് പറയാണ്. ആ സമയത്ത് നീതു പറയും, ഇതൊന്നും ഇനി ശരിയാവാൻ പോകുന്നില്ല, സ്നേഹിക്കുന്നത് ഹരീഷിനെയാണ്, ഇപ്പോൾ വേണമെങ്കിലും ഞാൻ ഹരീഷിനെ പോയ ഞാൻ തിരിച്ചു വന്നെന്ന് കരുതി എനിക്ക് ഹരീഷ് ഞാനും തമ്മിൽ കല്യാണം നടക്കില്ലെന്ന് ആരും വിചാരിക്കണേ. നീതുവിൻ്റെ അമ്മ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. നീതു പിന്നെയും പറയുന്നുണ്ട്, ഞാൻ ഹരീഷിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ അതൊന്നും കേൾക്കാതെ നിൽക്കുകയാണ് നീതുവിനെ കെട്ടാൻ വന്ന ചെറുക്കൻ. പറയും, അത് ഹരീഷ് അറിഞ്ഞ അവൻ നിന്നെ കൊന്നു കളയുമെന്ന് പറയണം. അപ്പോൾ അയാൾ പറയും, അവന് അറിഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ കെട്ടാൻ ഞാൻ വന്നിരിക്കുന്നത്. പറയും, വേറൊരു പുരുഷനെ മനസ്സിൽ വെച്ചുകൊണ്ട് നിനക്ക് എങ്ങനെയാടാ എന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നതെന്ന് ചോദിക്കണം. ആ സമയത്ത് അയാൾ പറയും, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് അവൻ്റെ അനിയത്തിയെ കെട്ടാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. അങ്ങനെ പൂജാരി താലി എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടാൻ നിൽക്കുന്ന സമയത്ത് നീതു പറയും, ഞാൻ ഗർഭിണിയാണ് എന്ന് പറയണം. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറയും, അവൾ വെറുതെ പറയുന്നതാണെന്ന്. അപ്പോൾ നീതു പറയും, അല്ല, ഞാൻ 2 മാസം ഗർഭിണിയാണ്. കേൾക്കുന്ന എല്ലാവരും നെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നീതു പറയും, ഇത് ഹരീഷിനും അറിയും, ഹരീഷിൻ്റെ ഏട്ടന് കല്യാണം ശരിയാകുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഹരീഷ് എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നീതുവിൻ്റെ അച്ഛൻ പറയും, ഇങ്ങനെയൊന്നും പറയല്ല മോളെ, മോളുടെ ഭാവി പോകുമെന്ന്. ആ സമയത്ത് നീതു പറയും, ഞാൻ പറഞ്ഞത് ശരിയാണ് അച്ഛ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.